രാജ്യത്ത് കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കിയതോടെ സ്വീഡന് 2024-25 കാലഘട്ടത്തിൽ ലഭിച്ചത് മുൻ വർഷത്തേക്കാൾ 30% കുറവ് അഭയാപേക്ഷകൾ എന്ന റിപ്പോർട്ട്. കുടിയേറ്റ വിരുദ്ധ നയം പുലർത്തുന്ന സ്വീഡൻ ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെ ഭരണത്തിലേറിയ വലതുപക്ഷ സർക്കാർ 2022 അധികാരത്തിലെത്തിയത് മുതൽ തന്നെ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരു കാലത്ത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം ഉദാരമനസ്കത കാണിച്ചിട്ടുള്ള യൂറോപ്യൻ രാജ്യമായിരുന്നു സ്വീഡൻ. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പ്രതീകമായിരുന്ന സ്വീഡന്റെ മനസ്സു മാറ്റിയത് പക്ഷേ അവരുടെ സഹായവും സ്നേഹവും സ്വീകരിച്ച അഭയാർത്ഥികൾ തന്നെയാണ്. ഇവർ ഉൾപ്പെടുന്ന ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അടുത്ത കാലത്തായി സ്വീഡന്റെ സമാധാനം ഇല്ലാതെയാക്കുകയായിരുന്നു. തുടർന്നായിരുന്നു കുടിയേറ്റത്തിനെതിരെ കർക്കശ സമീപനം കൈക്കൊള്ളാൻ തീരുമാനിച്ചത്. സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറുള്ള കുടിയേറ്റക്കാർക്ക് ആകർഷകമായ സാമ്പത്തിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിനായി ആവിഷ്കരിച്ചിട്ടുണ്ട്. 2025 89,684 പേർക്കാണ് സ്വീഡൻ റെസിഡന്റ് പെർമിറ്റ് നൽകിയത്. അതിൽ 6% മാത്രമാണ് അഭയാർത്ഥികൾ ഉള്ളത്. അതേസമയം 2018 റെസിഡന്റ് പെർമിറ്റ് ലഭിച്ചവരിൽ 18% പേർ അഭയാർത്ഥികളായിരുന്നു എന്നോർക്കണം. അതേസമയം 8,312 പേർ സ്വീഡനിൽ നിന്നും തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. വരും വർഷങ്ങളിൽ കൂടുതൽ കർശനമായ നിയമങ്ങൾ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരും എന്ന് സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 13-നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്.